ജിൻഡോയ്ക്ക് ഒരുപാട് മുറിവുകളൊക്കെ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഗബ്രി ജിൻഡോനെ മാന്തുകയും തലയെ പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയപ്പോൾ ജിൻഡോ ഗബ്രിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. ഗബ്രി അപ്പോൾ ജിൻഡോനെ തള്ളാൻ ശ്രമിക്കുകയും അത് കഴിഞ്ഞിട്ട് ഗബ്രി ജിൻഡോനെ മാന്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുടി പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു. രണ്ടുപേരും കൂടെ കമന്നിടന്നിട്ട് അങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗബ്രിക്ക് ശ്വാസം മുട്ടുവാണെന്നും പറഞ്ഞ് ഗബ്രി അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ആദ്യത്തെ റൗണ്ടിൽ ഋഷിനെ ഇങ്ങനെ ജിൻഡോ പിടിച്ചു വെച്ചിട്ടായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് കലിപ്പിലായിരുന്നു ഗബ്രി. ഫിസിക്കൽ ഗെയിം അപ്പോൾ എങ്ങനെയും കളിക്കാലോ എന്നാലോ പറഞ്ഞത്. അങ്ങനെ തന്നെ കളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഗബ്രി തുടങ്ങുന്നത്. അപ്പോൾ ഗബ്രി വാശിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ജിൻഡോ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഗബ്രി ഭയങ്കരമായിട്ട് പ്രവോക്കഡ് ആയിട്ട് തള്ളും അതുപോലെ തന്നെ മുഖത്തും കയ്യിലും ഒക്കെ മാന്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുടിയിലൊക്കെ പിടിച്ച് വലിച്ച് ആകെ പ്രശ്നമായിരിക്കാണ്. ബിഗ് ബോസ് ബസർ അടിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരോട് 2 റൂമിലിരിക്കാൻ പറഞ്ഞേക്കുവാണ്. എന്നെ ശ്വാസം മുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഗബ്രി ചോദിക്കുന്നത്. ഋഷി വളരെയധികം പൊട്ടിത്തെറിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ അപ്പോൾ നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തത്? നല്ല രീതിയിൽ തന്നെ കളിക്കാനാണ് ഇരുന്നത്. നിങ്ങളാണ് ആദ്യത്തെ ഗെയിം കൊളാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തതിന് എന്താണെന്നൊക്കെയാണ് ഋഷി ചോദിക്കുന്നത്. ഇപ്പോൾ എന്നെ ഫിസിക്കൽ അസോൾട്ടാണ് ചെയ്തിരിക്കുന്നത് ജിൻഡോ പറയുന്നുണ്ട്. എന്താവുമോ എന്തോ. ബിഗ് ബോസ് കാര്യങ്ങളൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല. രണ്ടുപേരും 2 റൂമിൽ ഇരിക്കുകയാണ്. ഋഷിയുടെ വീട്ടിലുള്ള എല്ലാവരോടും പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മര്യാദയ്ക്ക് കളിക്കേണ്ട ഗെയിമായിരുന്നു. ഗെയിമൊക്കെ ജിൻഡോ തന്നെയാണ് നശിപ്പിച്ചത്. ഹെൽത്തി ആയിട്ട് കളിക്കായിരുന്നു എന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കളിച്ചത് തന്നെ ശരിയായില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഓടിക്കൊണ്ടേ ഇരിക്കണം, എറിഞ്ഞോണ്ടേ ഇരിക്കണം. നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടില്ല, അതുപോലെയായിരുന്നു ഇത് കളിക്കേണ്ടത്. കമത്തിയിട്ടൊന്നും അല്ലായിരുന്നു കളിക്കേണ്ടത്. ജിൻഡോ ഫസ്റ്റ് റൗണ്ട് കളിച്ചതൊന്നും അത്ര ശരിയായൊന്നുമില്ല. പക്ഷെ എന്നാലും രണ്ടാമത്തെ റൗണ്ടിൽ ഗബ്രി കാണിച്ചതും വളരെയധികം മോശമായി പോയി. മനഃപൂർവ്വം ഗബ്രി ജിൻഡോനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ഗബ്രി കാണിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മാന്തി പറിക്കും അങ്ങനെ ഭയങ്കര പ്രവോക്കഡ് ആയിട്ടായിരുന്നു ഗബ്രി ചെയ്തതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശരണ്യ ഋഷിയാണ് അപ്പൊ ഗബ്രിയുടെ കൂടെ നിൽക്കുന്നത്. ഋഷി അവിടെ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവർ കാണിച്ചതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും തിരിച്ചങ്ങനെ ചെയ്തതെന്നാണ് ഋഷി പറയുന്നത്.